ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മുടെ ചന്ദ്രയാൻ മിഷൻസ്, നമുക്ക് 3 ചന്ദ്രയാൻ മിഷൻ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു PSC പരീക്ഷ എടുത്താലും ഒരു സ്പേസ് മിഷൻ കൃത്യമായിട്ട് ചോദിച്ചിരിക്കും. അതിപ്പോൾ ചന്ദ്രയാൻ 1 വർഷങ്ങൾക്ക് മുന്നേ അയച്ചതാണെങ്കിൽ കൂടിയും അതിൽ നിന്നും റീസെൻ്റ് ആയിട്ടും നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മളിതെല്ലാം പഠിച്ചിരിക്കണം. ചന്ദ്രയാൻ 1മായി ബന്ധപ്പെട്ട ഒരു വ്യക്തി 2024 അന്തരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ചന്ദ്രയാൻ 1ൽ നിന്നും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഒരു ചോദ്യവും PSC എങ്ങനെ ചോദിച്ചാലും നമുക്കൊന്നും എന്താകരുത്, മിസ്സാകരുത് അല്ലേ. സയൻസ് ആൻഡ് ടെക്നോളജി ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും ഫുൾ മാർക്ക് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ചില പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഒന്ന് പരിചയപ്പെടാം. നമുക്കതിൻ്റെ ഉത്തരത്തിലേക്കൊന്നും ഇപ്പോൾ പോകണ്ട. ഈ ക്ലാസ് അവസാനിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താം. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആൻസർ ചെയ്യാൻ പാകമാകും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഏത് രീതിയിലാണ് നമുക്ക് PSC ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നൊന്ന് അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. അപ്പോൾ നമുക്കൊരു പോയിന്റ് ഇങ്ങോട്ട് തരികയാണ്. ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? അപ്പോൾ ഡയറക്റ്റ് ചോദിച്ചാൽ മതി, ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ ആര് എന്ന ഡയറക്റ്റ് ചോദിച്ചാൽ മതി. പക്ഷെ നമുക്കൊരു ഇൻഫർമേഷൻ കൂടി തരികയാണ്. ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ ആര്? ഉത്തരം നമുക്കിപ്പോൾ വേണ്ട, നമ്മൾ അവസാനം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കും. അപ്പോൾ ഈ ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനാകും. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, നമ്മുടെ ISRO വിക്ഷേപിച്ചവ അല്ലാത്തതേത്? ഇപ്പൊ ചന്ദ്രയാൻ 3യിലൂടെ എന്തൊക്കെയോ നമ്മുടെ ISRO വിക്ഷേപിച്ചിട്ടുണ്ടല്ലേ, അത് നമുക്ക് മനസ്സിലായില്ലേ? എന്തൊക്കെയോ നമ്മുടെ ISRO ചന്ദ്രയാൻ 3യിലൂടെ വിക്ഷേപിച്ചിട്ടുണ്ട്. അവയിൽ ഉൾപ്പെടാത്തതേത് എന്നാണ് ഈ ചോദ്യം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. ശരിയായ പ്രസ്താവനകൾ ഏത്? നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നോക്കാം, ഉത്തരങ്ങൾ മാത്രം, നമ്മൾ ഓപ്ഷൻസ് മാത്രം നോക്കുന്നില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്? അപ്പോൾ എല്ലാ ദൗത്യത്തിനും ഒരു റോവറും ഒരു ലാൻഡറും ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ ഏതാണെന്നാണ്. വിക്രം, പ്രഗ്യാൻ, ഭീം, ധ്രുവ്, ഇതിൽ ഏതാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ? അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ISRO ചെയർമാൻ മോഹൻ കുമാർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ചന്ദ്രയാൻ 3യിലെ ലാൻഡറിന്റെ പേര് വിക്രം. സ്റ്റേറ്റ്മെന്റ് 4, ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. നോക്ക്, ചെലവ് വരെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് അതിന് ചെലവായത്? വാട്ട് വാസ് ദ നെയിം ഓഫ് ദി ലാൻഡർ യൂസ്ഡ് ഇൻ ചന്ദ്രയാൻ 3? ചന്ദ്രയാൻ 3യിൽ ഉപയോഗിച്ച ലാൻഡറിന്റെ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇതെല്ലാം പറഞ്ഞു പോകാം. അടുത്ത ചോദ്യം നോക്കാം. ഇൻ ദ മാർച്ച് 2022 ദ ക്വാഡ്രപ്പിൾ മാസ് സ്പെക്ട്രോമീറ്റർ ചേസ് ടു ഓൺ ബോർഡ് ദ ചന്ദ്രയാൻ 2 മിഷൻ ഒബ്സർവ്ഡ് ദ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആർഗൺ 40 ഇൻ ദ ലൂണാർ എക്സോസ്ഫിയർ. വാട്ട് ഡസ് ചേസ് 2 സ്റ്റാൻഡ് ഫോർ? അപ്പോൾ ചേസ് 2 എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം ക്ലാസ്സിലൂടെ. നമുക്കിതെല്ലാം, ഈ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ഉത്തരം എഴുതുന്ന രീതിയിലായിരിക്കും ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ എത്തുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. Which of the following are true? ISRO's Chandrayaan 2 is a mission with the goal of exploring moon. Chandrayaan 2 is India's first successful mission to explore moon. ISRO's GSLV F10 or EOS-03 launched on August 12, 2021 was an unsuccessful mission. Statement 4,
GSAT-3 is India's first dedicated educational satellite to provide with a two-way communication for delivering educational material. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതെന്നാണ് ചോദ്യം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. When was Chandrayaan 1 launched? അപ്പോൾ ഡയറക്റ്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. Choose the correct statement or statements with respect to National Space Day celebration of India. It is observed on 23rd August of every year. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, touching leaves while touching the moon, India Space Saga, the theme for National Space Day 2025. It commemorates the successful landing of Chandrayaan 3 on the moon. It was announced to celebrate the successful Mars Orbiter mission. It builds greater awareness and enthusiasm among citizens about India's space journey. അപ്പോൾ നമ്മുടെ ചോദ്യം നമ്മുടെ സ്പേസ് ഡേ, നാഷണൽ സ്പേസ് ഡേയുമായി ബന്ധപ്പെട്ട് ഇതിൽ ഏതാണ് ശരി എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. ചന്ദ്രയാൻ 1, 2, 3 നമുക്ക് പഠിച്ചു കഴിഞ്ഞ് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ PYQs എല്ലാം ഉത്തരം നൽകി നോക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. ചന്ദ്രയാൻ 1. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 launched by 2008 October 22. അപ്പോൾ 2008 ഒക്ടോബർ 22-നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. അപ്പോ ചന്ദ്രയാൻ 1 launched by 2008 October 22. കൃത്യമായിട്ടും ഈ ഡേറ്റുകളൊക്കെ പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിക്കും. ചന്ദ്രയാൻ 3 മിഷൻസ് ഉണ്ട്. ഈ 3 മിഷൻസിന്റെയും ഡേറ്റുകളാണ് നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വർഷം മാത്രമേ അറിയാവൂ, ഏതെങ്കിലും ഒരു 22 ആണെന്ന് നമ്മുടെ മൈൻഡിൽ വരും. അതിന് ഓപ്ഷനിലിടാം 2008 ഒക്ടോബർ 22, സെപ്റ്റംബർ 22, നവംബർ 22, ഡിസംബർ 22. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു തലകറക്കവും കൂടി വരും അല്ലേ? അപ്പൊ അങ്ങനെ എന്നും വരരുത്, നമ്മൾ തീർച്ചയായിട്ടും കൃത്യമായി തന്നെ പഠിക്കുക. ചന്ദ്രയാൻ 1 launched by 2008 October 22 reached the lunar orbit. അപ്പോ ലൂണാർ ഓർബിറ്റിൽ നമ്മുടെ നമ്മുടെ ചന്ദ്രന്റെ ഓർബിറ്റിൽ ഇത് എത്തിച്ചേർന്നത് 2008 നവംബർ 8-നാണ്. അതായത് നമ്മുടെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ റീച്ച്ഡ് ദ ലൂണാർ ഓർബിറ്റ് ഓൺ 2008 നവംബർ 8. നമ്മുടെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ഇത് എത്തിച്ചേർന്നത് എന്നാണ് 2008 നവംബർ 8-നാണ്. അതേ കണ്ടോ, ഒക്ടോബറും നവംബറും വന്നത് കണ്ടോ? അപ്പൊ നമുക്ക് ഈ ഓപ്ഷനില് ഒക്ടോബർ 8ഉം നവംബർ 8ഉം തരും. ആ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലോഞ്ച്ഡ് ബൈ ആ ഡേറ്റ ചോദിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒക്ടോബർ 22ഉം നവംബർ 22 നമുക്ക് കൺഫ്യൂസ്ഡ് ആകും. അപ്പൊ തിരിയരുത്. 2008 ഒക്ടോബർ 22-ന് വിക്ഷേപിച്ചു, 2008 നവംബർ 8-ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു. Chandrayaan 1 has ended its operation on 2009 August 9. അപ്പോൾ 2009 ഓഗസ്റ്റ് 9-ന് നമ്മുടെ ചന്ദ്രയാൻ 1 അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. അപ്പോൾ നിലവിൽ ചന്ദ്രയാൻ 1 മിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അത് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിലനിൽക്കുന്നില്ല. ചന്ദ്രയാൻ 1 മിഷൻ അതിന്റെ ദൗത്യം അവസാനിപ്പിച്ചു എന്നാണ് 2009 ഓഗസ്റ്റ് 9. അപ്പൊ നമുക്ക് ചന്ദ്രയാൻ 1-മായി ബന്ധപ്പെട്ട് മെയിൻ ആയിട്ട് 3 ഡേറ്റുകളാണ് വരുന്നത്. ഒക്ടോബർ, നവംബർ, ഓഗസ്റ്റ്. ഒക്ടോബർ, നവംബർ, ഓഗസ്റ്റ്. 2008 ഒക്ടോബർ 22-ന് ചന്ദ്രയാൻ 1 എന്ത് ചെയ്യുന്നു? വിക്ഷേപിക്കുന്നു. 2008 നവംബർ 8-ന് അത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുന്നു. ഇത് എന്താണ്? ദൗത്യം അവസാനിപ്പിച്ചത്. ചന്ദ്രയാൻ 1 ഹാസ് എൻഡഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ഓൺ 2009 ഓഗസ്റ്റ് 9. 2009 ഓഗസ്റ്റ് 9-ന് എന്ത് ചെയ്യുന്നു? അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. നമുക്കിത് ഡേറ്റ് ഇങ്ങനെയും കൂടെ ഒന്ന് പഠിക്കാം. 22/10/2008. 22/10/2008. അടുത്ത എന്ത് വരും? 8/11/2008. 8/11/2008. അടുത്ത ഡേറ്റ് എങ്ങനെ വരും? 9/8/2009. ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെയാണ് ഡേറ്റ് തരുന്നതെങ്കിലും നമുക്ക് തെറ്റരുത്. 22/10/2008. 22/10/2008 ആണ് ആദ്യത്തെ ഡേറ്റ്. 8/11/2008 ആണ് അടുത്ത ഡേറ്റ്. 9/8/2009 ആണ് അടുത്ത ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ കുറച്ചും കൂടി നമുക്കൊന്ന് വ്യക്തത വരും. ഇതും ക്ലിയർ ആണ്, ക്ലിയർ അല്ലെന്നല്ല. അപ്പോൾ 8ഉം 2ഉം ചേർന്ന് 10, അതാണ് ആദ്യത്തേത്.
അപ്പോൾ ഇങ്ങനെയും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. 22/10/2008, അതായത് 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചു. 8/11/2008, 2008 നവംബർ 8 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. 9/8/2009 ദൗത്യം അവസാനിപ്പിച്ചു. ലോഞ്ച് വെഹിക്കിൾ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. PSLV C11 ഏതായിരുന്നു? PSLV C11 ആയിരുന്നു ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ വാഹനം. ലോഞ്ച് വെഹിക്കിൾ ഏതായിരുന്നു? PSLV C11 ആയിരുന്നു. ചന്ദ്രയാൻ 1ന്റെ ലക്ഷ്യമായിരുന്നു ടു സ്റ്റഡി ദ മൂൺ സർഫസ്, മിനറൽ കോമ്പോസിഷൻ ആൻഡ് പ്രസൻസ് ഓഫ് വാട്ടർ മോളിക്യൂൾ. എന്താണ്? ടു സ്റ്റഡി ദ മൂൺ സർഫസ്, ചന്ദ്രോപരിതലത്തെ പറ്റി പഠിക്കുക. ചന്ദ്രയാൻ 1ന്റെ ദൗത്യ ലക്ഷ്യം എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തേത് ചന്ദ്രോപരിതലത്തെ പറ്റി പഠിക്കുക, ടു സ്റ്റഡി ദ മൂൺ സർഫസ്, ചന്ദ്രോപരിതലത്തെ പറ്റി പഠിക്കുക. മിനറൽ കോമ്പോസിഷൻ, ചന്ദ്രോപരിതലത്തിലുള്ള മിനറൽ കോമ്പോസിഷൻ, ധാതുക്കൾ ഏതൊക്കെയാണ് എന്നറിയുക, അതിന്റെ കോമ്പോസിഷൻസ് എന്തൊക്കെയാണെന്ന് അറിയുക, മിനറൽ കോമ്പോസിഷൻ. ആൻഡ് പ്രസൻസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്, ജല തന്മാത്രകളുടെ സാന്നിധ്യം കണ്ടുപിടിക്കുക. എന്താണ്? ചന്ദ്രനിലെ ജല തന്മാത്രകളുടെ അല്ലെങ്കിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കുക എന്നതൊക്കെയായിരുന്നു ചന്ദ്രയാൻ 1 മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷ്യം, എയിംസ് നമുക്ക് ചോദിക്കാറുണ്ട്, കൃത്യമായി പഠിക്കുക. ഒന്നാമത്തേത് എന്താണ്? ടു സ്റ്റഡി ദ മൂൺ സർഫസിനെ പറ്റി പഠിക്കുക. പിന്നെന്താണ്? മിനറൽ കോമ്പോസിഷൻ, അവിടെയുള്ള മിനറൽ കോമ്പോസിഷനെ പറ്റി പഠിക്കുക. പിന്നെന്താണ്? ചന്ദ്രനിലെ ജല സാന്നിധ്യം, വാട്ടർ മോളിക്യൂൾസിന്റെ പ്രസൻസിനെ പറ്റി പഠിക്കുക. ഇതൊക്കെയായിരുന്നു ചന്ദ്രയാൻ 1 മിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കീ ഡിസ്കവറി, ഇത്രയും ലക്ഷ്യം വെച്ചു, എന്നാൽ എന്തൊക്കെ കണ്ടെത്തലുകളാണ് നമ്മുടെ ചന്ദ്രയാൻ 1 മിഷൻ നേടിയത്? എന്തൊക്കെയാണ്? കൺഫേം ദ പ്രസൻസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഓൺ ദ മൂൺ, ഒരു എയിം അവിടെ പൂർത്തിയായി. എന്താണ്? കൺഫേംഡ്, ഉറപ്പിച്ചു. എന്തുറപ്പിച്ചു? ദ പ്രസൻസ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഓൺ ദ മൂൺ, നമ്മുടെ മൂണിലെ ജലത്തിന്റെ സാന്നിധ്യം, ജല തന്മാത്രകളുടെ സാന്നിധ്യം ഉറപ്പിച്ച മിഷനാണ് ഏത്? ചന്ദ്രയാൻ 1 മിഷൻ. അപ്പൊ എന്താണ്? ചന്ദ്രോപരിതലത്തിൽ ജലതന്മാത്രകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മിഷൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ചന്ദ്രയാൻ 1 മിഷൻ ആണ്. കൺഫേം ദ പ്രസൻസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഓൺ ദ മൂൺ. എന്താണ്? കൺഫേം ദ പ്രസൻസ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഓൺ ദ മൂൺ, മൂണില് ജലസാന്നിധ്യം, ജല തന്മാത്രകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു, ഉറപ്പിച്ച ദൗത്യമാണ് ഏത്? ചന്ദ്രയാൻ 1 ദൗത്യം. മിഷൻ ഡ്യൂറേഷൻ, എത്ര നാൾ നമുക്ക് ഈ ചന്ദ്രയാൻ 1ന്റെ സേവനം ലഭിച്ചു? എത്ര നാൾ? നമ്മൾ പറഞ്ഞു 2009 ഓഗസ്റ്റ് 9 മിഷൻ അവസാനിച്ചത്. അങ്ങനെയെങ്കിൽ മിഷൻ ഡ്യൂറേഷൻ 312 ദിവസങ്ങളായിരുന്നു. എത്രയായിരുന്നു? 312 ഡേയ്സ്. 312 ദിവസമാണ് ചന്ദ്രയാൻ 1 മിഷൻ പ്രവർത്തിച്ചത്. എത്രയാണ്? 312 ദിവസം. ദ മിഷൻ ഇൻക്ലൂഡഡ് ആൻ ഓർബിറ്റർ ആൻഡ് ദ മൂൺ ഇമ്പാക്ട് പ്രോബ്. ഈ മിഷനിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ്? ഒരു ഓർബിറ്ററും ഒരു മൂൺ ഇമ്പാക്ട് പ്രോബ് അല്ലെങ്കിൽ MIP-യുമാണ് നമ്മുടെ ചന്ദ്രയാൻ 1 മിഷനിൽ ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഒരു ഓർബിറ്റർ ഉണ്ടായിരുന്നു, പിന്നെന്തുണ്ടായിരുന്നു? മൂൺ ഇമ്പാക്ട് പ്രോബ്, MIP അഥവാ മൂൺ ഇമ്പാക്ട് പ്രോബും ഈ മിഷനിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ സിഗ്നിഫിക്കൻസ്, പ്രത്യേകതകൾ, അതായത് നമ്മുടെ ചന്ദ്രയാൻ 1 മിഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഇന്ത്യൻ ലൂണാർ മിഷൻ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര ദൗത്യമായിരുന്നു എന്ത്? ചന്ദ്രയാൻ 1. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 1. ഇൻസ്ട്രുമെന്റൽ ഇൻ വാട്ടർ മോളിക്യൂൾസ് ഡിസ്കവറി, എന്താണ്? ജല തന്മാത്രകളുടെ കണ്ടുപിടുത്തം. അതൊരു സിഗ്നിഫിക്കൻസ് അല്ലേ? അതൊരു പ്രത്യേകതയല്ലേ? ജല തന്മാത്രകളുടെ കണ്ടുപിടുത്തം. paved the way for future lunar missions, ഭാവിയിലെ ലൂണാർ മിഷൻസിന് വഴിതെളിച്ച മിഷനാണ് ഏത്? ചന്ദ്രയാൻ 1 മിഷൻ. അതിന്റെ വിജയം തന്നെയാണ് നമ്മൾ ചന്ദ്രയാൻ 3 വരെ എത്തി നിൽക്കുന്നത് അല്ലേ? അത് കൂടാതെ ചന്ദ്രയാന്റെ മാത്രമല്ല, നമ്മൾ എന്താണ് നമ്മുടെ ഇന്ത്യ ഗഗൻയാൻ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് അല്ലെ? ഗഗൻയാൻ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. ആദിത്യ L1 ഉണ്ട്. നമുക്ക് ഇത്രയും മിഷൻസിനൊക്കെ നമുക്ക് പ്രചോദനം നൽകിയ ഒരു സക്സസ്ഫുൾ മിഷൻ ആയിരുന്നു ഏത്? ചന്ദ്രയാൻ 1. അപ്പൊ എന്തൊക്കെയായിരുന്നു സിഗ്നിഫിക്കൻസ്? ഫസ്റ്റ് ഇന്ത്യൻ ലൂണാർ മിഷൻ, ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര ദൗത്യമായിരുന്നു. വാട്ടർ മോളിക്യൂൾസ് കണ്ടെത്തി. പിന്നെന്താണ്? തുടർന്ന് വരുന്ന ഭാവിയിലെ ചന്ദ്ര ദൗത്യങ്ങൾക്കുള്ള വഴിവെട്ടി അല്ലെ? വഴിവെട്ടി എന്ന് തന്നെ പറയാം അല്ലെ? ഭാവിയിലെ ചന്ദ്ര ദൗത്യങ്ങൾക്കുള്ള വഴിവെട്ടിയ ഒരു മിഷൻ കൂടിയായിരുന്നു ചന്ദ്രയാൻ 1.
എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നു നമ്മുടെ ചന്ദ്രയാൻ 1 ക്യാരി ചെയ്തിരുന്നത്? എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നു? ക്യാരിഡ് 11 സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ്. എത്രയാണ്? 11 സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ ചന്ദ്രയാൻ 1 ഉണ്ടായിരുന്നു. ഇൻക്ലൂഡിംഗ് നാസാസ് മൂൺ മിനറോളജി മാപ്പർ M3. എന്താണ്? M3 ഇൻക്ലൂഡിംഗ് നാസാസ് മൂൺ മിനറോളജി മാപ്പർ. നാസയുടെ മൂൺ മിനറോളജി മാപ്പർ എന്നറിയപ്പെടുന്ന M3 ക്യാരി ചെയ്ത ചന്ദ്ര ദൗത്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചന്ദ്രയാൻ 1 ആണ്. നാസയുടേതാണ് M3. M3യുടെ ഫുൾ ഫോം എന്താണ്? മൂൺ മിനറോളജി മാപ്പർ. മൂൺ മിനറോളജി മാപ്പർ എന്നാണ് M3യുടെ ഫുൾ ഫോം. നാസയുടേതാണ്. എന്തൊക്കെ കൊണ്ടുപോയി? 11 സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ്. 11 സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുപോയി. കൂടാതെ നാസയുടെ ഇത് ആ 11 എണ്ണത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇൻക്ലൂഡിംഗ് നാസാസ് മൂൺ മിനറോളജി മാപ്പർ. നാസാസ് മൂൺ മിനറോളജി മാപ്പർ അഥവാ M3 ഏതിൽ ഉൾപ്പെടുന്നു? ചന്ദ്രയാൻ 1 മിഷനിൽ ഉൾപ്പെടുന്നു. Although communication was lost in 9 August 2009, it achieved 95% of its objectives. അപ്പോൾ 2009 ഓഗസ്റ്റ് 9 നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടുവെങ്കിലും ചന്ദ്രയാൻ 1 കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടത് 2009 ഓഗസ്റ്റ് 9 അവിടെയാണ് നമ്മൾ ദൗത്യം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞത്. അവസാനിപ്പിച്ചതല്ല, എന്ത് പറ്റിയതാണ്? കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടതാണ്. 312ാമത്തെ ദിവസം എത്തിയപ്പോൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നഷ്ടപ്പെട്ടു. ഏതാണ് ഡേറ്റ്? 2009 ഓഗസ്റ്റ് 9. അപ്പോൾ 2009 ഓഗസ്റ്റ് 9 കമ്മ്യൂണിക്കേഷൻ നമുക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും ഈ മിഷൻ അതിന്റെ 95% ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചു. ഇറ്റ് അച്ചീവ്ഡ് 95% ഓഫ് ഇറ്റ് ഒബ്ജക്റ്റീവ്സ്. അതിന്റെ ലക്ഷ്യങ്ങളുടെ 95% അത് അച്ചീവ് ചെയ്തു. ദ മിഷൻ വാസ് ക്രൂഷ്യൽ ഫോർ കൺഫേമിംഗ് ദ പ്രസൻസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഓൺ ദ മൂൺ. അതിൽ എടുത്തു പറയേണ്ടത് എന്ത് തന്നെയാണ്? ഇറ്റ് കൺഫേം ദ പ്രസൻസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഓൺ ദ മൂൺ. നമ്മുടെ ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രനിൽ ജലത്തിന്റെ ജല സാന്നിധ്യം കണ്ടെത്തി എന്നത് തന്നെയാണ് ചന്ദ്രയാൻ 1 മിഷന്റെ ഏറ്റവും എടുത്തു പറയാനുള്ള നേട്ടം എന്ന് പറയുന്നത്. അപ്പൊ 95% ഒബ്ജക്റ്റീവ്സ് കൈവരിച്ച, ലക്ഷ്യങ്ങളും കൈവരിച്ച ഈ മിഷൻ വിജയമായിരുന്നോ പരാജയമായിരുന്നോ? 2009 ഓഗസ്റ്റ് 9 കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഇതൊരു വിജയമായിരുന്നോ പരാജയമായിരുന്നോ? എന്താണ് ഇത്? നമുക്കൊരു ചോദ്യം വരാം. മേ ബി ഒരു ചോദ്യം വരികയാണ്. ചന്ദ്രയാൻ 1 മിഷൻ വിജയമായിരുന്നോ പരാജയമായിരുന്നോ? ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്. വിജയമാണെന്നൊരു സ്റ്റേറ്റ്മെന്റ്, വിജയമല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ഏതിൽ ഉറച്ചു നിൽക്കും? വിജയമാണോ പരാജയമാണോ? എന്താണ്? വിജയമാണ് അല്ലേ? ചന്ദ്രയാൻ 1 മിഷൻ വിജയമാണ്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം? അതിന്റെ 95% ഒബ്ജക്റ്റീവ്സും അത് കംപ്ലീറ്റ് ചെയ്തു. 312 ദിവസങ്ങൾ കൊണ്ട് അതിന്റെ 95% ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച ഒരു മിഷനാണ് ചന്ദ്രയാൻ 1. തീർച്ചയായും ഇതൊരു സക്സസ്ഫുൾ മിഷൻ തന്നെയായിരുന്നു. ചന്ദ്രയാൻ 1 ഒരു സക്സസ്ഫുൾ മിഷൻ തന്നെയായിരുന്നു. ഇനി നമുക്ക് വരുന്നതാണ് അവയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ. അപ്പൊ ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ നമ്മുടെ ISRO ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു. ആരാണ്? ജി മാധവൻ നായർ. ജി മാധവൻ നായർ ആയിരുന്നു ISRO ചെയർമാൻ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? ജി മാധവൻ നായർ. ദ പ്രോജക്ട് ഡയറക്ടർ ഫോർ ചന്ദ്രയാൻ 1. അങ്ങനെയെങ്കിൽ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? മയിൽസ്വാമി അണ്ണാദുരൈ. ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ ആയിരുന്നു പ്രോജക്ട് ഡയറക്ടർ. പ്രോജക്ട് ഡയറക്ടറും മിഷൻ ഡയറക്ടറും ഉണ്ട്. നമുക്ക് തിരിഞ്ഞു പോകരുത്. മയിൽസ്വാമി പ്രോജക്ട് ഡയറക്ടർ ആണ്. നമുക്ക് എന്ത് പറയാം? ഒരു മയിലിന്റെ മണ്ടയിൽ ഒരാള് ഒരു പ്രോജക്ട്, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പേപ്പറിൽ പ്രോജക്റ്റ് ഒക്കെ തയ്യാറാക്കാറില്ലേ? പേപ്പർ ഫയലിലൊക്കെ. അപ്പൊ ഒരു മയിലിന്റെ മുകളില് ഫ്രണ്ട് പേജിൽ, പ്രോജക്റ്റിന്റെ ഫ്രണ്ട് പേജിൽ എന്താ എഴുതിയിരിക്കുന്നത്? ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 എന്ന ഒരു പ്രോജക്റ്റ് പേപ്പറും പിടിച്ചുകൊണ്ട് ഒരാൾ ഇരിക്കുന്ന ഒരു പിക്ചർ നിങ്ങളൊന്ന് മനസ്സിൽ കരുതുക. എന്താണ് കരുതേണ്ടത്? ഒരു മയിലിന്റെ മണ്ടയിൽ ആരിയ്ക്കുന്നു? ഒരാൾ ഇരിക്കുന്നു. അയാളുടെ കയ്യിൽ എന്തുണ്ട്? ചന്ദ്രയാൻ 1 എന്ന് ഫ്രണ്ട് ഷീറ്റിൽ എഴുതിയ ഒരു പ്രോജക്റ്റ് അയാളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ആ ഒരു പിക്ചർ ഒന്ന് മനസ്സിൽ നിങ്ങൾ കരുതുക. ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? മയിൽസ്വാമി അണ്ണാദുരൈ. ആരാണ്? മയിൽസ്വാമി അണ്ണാദുരൈ. ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ. അപ്പൊ നിങ്ങൾക്ക് ഇനി ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രോജക്ട് ഡയറക്ടർ ആണ് എന്ന് എടുത്തു പറയുന്നതിനാണ് പറഞ്ഞത്. നമ്മൾ ആ ഒരു പേപ്പറിലെ പ്രോജക്റ്റ് അതിന്റെ ഫ്രണ്ടില് ചന്ദ്രയാൻ 1 എന്ന് എഴുതിയിരിക്കണം. ഫ്രണ്ടിൽ ചന്ദ്രയാൻ 1 എന്ന് എഴുതിയിരിക്കുന്ന ഒരു പ്രോജക്ട് പേപ്പറും പിടിച്ചുകൊണ്ട് ഒരാൾ മയിലിന്റെ പുറത്ത് ഇരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ആരെ സങ്കല്പിക്കാം?
നിങ്ങൾ മുരുകനെ തന്നെ സങ്കല്പിച്ചോ, മുരുകന്റെ കയ്യിൽ വേലുമായിട്ടല്ലേ മയിലിന്റെ പുറത്തിരിക്കുന്നത്. അതിന് പകരം ആ വേലിന് പകരം ഒരു പ്രോജക്റ്റ് എടുത്ത് കൊടുത്തോ. മുരുകൻ തയ്യാറാക്കിയ പ്രോജക്റ്റ് ആണെന്ന് വിചാരിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്താണ്, ചന്ദ്രയാൻ 1 എന്ന ഫ്രണ്ട് പേജ് ഉള്ള ഒരു പ്രോജക്റ്റ് കൈ പിടിച്ചുകൊണ്ട് ഒരാൾ മയിലിന്റെ മണ്ടയിൽ ഇരിക്കുകയാണ്. ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടറാണ് ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ. അങ്ങനെയെങ്കിൽ മിഷൻ ഡയറക്ടർ he is also known as മൂൺ മാൻ ഓഫ് ഇന്ത്യ. എന്താണ്, മൂൺ മാൻ ഓഫ് ഇന്ത്യ. മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്, മയിൽസ്വാമി അണ്ണാദുരൈ. അപ്പൊ ആ പ്രോജക്റ്റ് ഒരു സക്സസ്ഫുൾ പ്രോജക്റ്റ് അല്ലായിരുന്നോ? ഒരു സക്സസ്ഫുൾ പ്രോജക്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് എന്താണ്, മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ. ആരാണ്? ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ. അങ്ങനെയെങ്കിൽ ചന്ദ്രയാൻ 1ന്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ശ്രീനിവാസ് ഹെഗ്ഡെ ആയിരുന്നു. ആരാണ്? ശ്രീനിവാസ് ഹെഗ്ഡെ ആണ് ചന്ദ്രയാൻ 1ന്റെ മിഷൻ ഡയറക്ടർ. ചന്ദ്രയാൻ 1ന്റെ മിഷൻ ഡയറക്ടറാണ് ശ്രീനിവാസ് ഹെഗ്ഡെ. അദ്ദേഹം കഴിഞ്ഞ 2024 ജൂൺ 14 അന്തരിച്ചു. He passed away on 2024 ജൂൺ 14. ഒരു പക്ഷേ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വരികയാണെങ്കിൽ ചോദിക്കാം, വിത്ത് ഡേറ്റ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ റീസെന്റ് ആയിട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, വിത്ത് ഡേറ്റ് ഒരു 3-4 വർഷത്തിനകമാണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ടും ആ ഡേറ്റ് നമ്മൾ പഠിച്ചിരിക്കുക. അപ്പൊ 2024 നമുക്ക് പഠിക്കാനുള്ള ഡേറ്റ് തന്നെയാണ്. 2024 ജൂൺ 14 ആരന്തരിക്കുന്നത്? ശ്രീനിവാസ ഹെഗ്ഡെ. ആരായിരുന്നു ശ്രീനിവാസ ഹെഗ്ഡെ? ദ മിഷൻ ഡയറക്ടർ ഓഫ് ചന്ദ്രയാൻ 1. He passed away on June 14, 2024. അപ്പൊ നമുക്കൊരു ഡൗട്ട് വരാം പരീക്ഷയ്ക്ക്, ചന്ദ്രയാൻ 1ന്റെ മിഷൻ ഡയറക്ടർ ആണോ, 2ന്റേതാണോ, 3യുടേതാണോ, ഏതാണ് ആദ്യം മരണപ്പെട്ടത്? ഒരു പക്ഷെ പേര് തന്നില്ല. ചിലപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ മാത്രം എങ്ങനെയായിരിക്കും, ഏത് ചാന്ദ്ര ദൗത്യത്തിലെ മിഷൻ ഡയറക്ടറാണ് അടുത്തിടെ അന്തരിച്ചത്? അടുത്തിടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2-3 വർഷം ആ ഒരു ഗ്യാപ്പ് ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അപ്പോൾ അടുത്തിടെ അന്തരിച്ചത് ഏത് ചന്ദ്ര ദൗത്യവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏത് ചന്ദ്ര ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടറാണ്? അല്ലെങ്കിൽ ഇങ്ങനെ വരാം, എങ്ങനെയാണ്, 2024 ജൂൺ 14 അന്തരിച്ചത് ഏത് ചന്ദ്ര ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ ആണ് എന്നൊരു ചോദ്യം വരാം. നമുക്ക് ആളെ മെൻഷൻ ചെയ്യില്ല, ഒരു പക്ഷേ ഈ ഡേറ്റ് മാത്രം മെൻഷൻ ചെയ്തിട്ട് ഒരു ചോദ്യം അവർ തരികയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് തിരിച്ചറിയണ്ടേ? അപ്പോൾ നമ്മൾ വിചാരിക്കുക, നമുക്ക് വയസ്സായവരാണല്ലോ ആദ്യം മരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മിഷന്റെ മിഷൻ ഡയറക്ടറാണ് മരണപ്പെട്ടത്. ആദ്യത്തെ മിഷനാണല്ലോ നമുക്ക് ആദ്യം ഉണ്ടായത്, 2008 ഇപ്പോൾ ഒത്തിരി വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പൊ അയാൾ എന്ത് ചെയ്തിരിക്കാം? സ്വാഭാവികമായിട്ടും വയസ്സായിരിക്കാം. അപ്പോൾ ആദ്യത്തെ മിഷന്റെ ആളാണ് ആദ്യം മരണപ്പെട്ടത്. ശ്രീനിവാസ് ഹെഗ്ഡെ ചന്ദ്രയാൻ 1ന്റെ മിഷൻ ഡയറക്ടർ ആയിരുന്നു. എന്തിന്റെ ആയിരുന്നു? ചന്ദ്രയാൻ 1ന്റെ മിഷൻ ഡയറക്ടർ. തിരിയില്ലല്ലോ, പ്രോജക്ട് ഡയറക്ടറും മിഷൻ ഡയറക്ടറും നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിഞ്ഞു പോകില്ല. ISRO ചെയർമാനും മാറിപ്പോകരുത്. ഇനി 2 ചെയർമാൻമാരെ കൂടി നമ്മൾ പഠിക്കും. ജി മാധവൻ നായരാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച സമയത്തെ ISRO ചെയർമാൻ. അപ്പൊ നമുക്കിനി ചന്ദ്രയാൻ 2 നോക്കാം. അപ്പൊ ചന്ദ്രയാൻ 1മായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചന്ദ്രയാൻ 2 നോക്കാം. ചന്ദ്രയാൻ 2 India's second lunar mission launched on 2019 July 22. 2019 ജൂലൈ 22 ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതെന്നാണ് 2019 ജൂലൈ 22. 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 മിഷൻ വിക്ഷേപിക്കുന്നത്. ലാൻഡഡ് ഓൺ മൂൺ. ഇത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി അല്ലെങ്കിൽ മൂണിൽ ലാൻഡ് ചെയ്തത് 2019 സെപ്റ്റംബർ 7. 2019 സെപ്റ്റംബർ 7 ചന്ദ്രനിൽ എത്തിയത്. 2019 സെപ്റ്റംബർ 7. ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപണ വാഹനം GSLV Mk3M1. ഇത് പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. GSLV Mk3M1 ആണ് ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം. എന്താണ്? GSLV Mk3M1. GSLV Mk3M1 ആണ് ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം. ലോഞ്ച് സൈറ്റ്, ഇതിൽ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. നമ്മുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ISRO ചെയർമാൻ ആയിരുന്നത്
കെ ശിവനാണ്. ആരാണ്? കെ ശിവൻ. കെ ശിവനാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച സമയത്തെ നമ്മുടെ ISRO ചെയർമാൻ. ആരാണ്? കെ ശിവൻ. പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നത് വനിതാ മുത്തയ്യ. ആരാണ്? വനിതാ മുത്തയ്യയാണ് പ്രോജക്ട് ഡയറക്ടർ. ഓർക്കുക, നമ്മുടെ ചന്ദ്രയാൻ 2വിന്റെ പ്രോജക്ട് ഡയറക്ടറും മിഷൻ ഡയറക്ടറും വനിതകളാണ്. പ്രോജക്ട് ഡയറക്ടറും മിഷൻ ഡയറക്ടറും വനിതകളായിട്ടുള്ളത് ചന്ദ്രയാൻ 2 മിഷനിലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 2 വനിതകൾ ഒരു മിഷൻ കൈകാര്യം ചെയ്യുന്നത്. ആരൊക്കെയാണ്? വനിതാ മുത്തയ്യയും ഋതു കരുതളും. അപ്പൊ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നത് വനിതാ മുത്തയ്യായിരുന്നു. മിഷൻ ഡയറക്ടറാണ് ഋതു കരുതൾ. ആരാണ്? ഋതു കരുതൾ. മിഷൻ ഡയറക്ടർ ഋതു കരുതളും പ്രോജക്ട് ഡയറക്ടർ വനിതാ മുത്തയ്യ. ആരാണ്? വനിതാ മുത്തയ്യ. അപ്പൊ ഇവിടെയും നമുക്ക് പ്രോജക്ട് ഡയറക്ടർ മിഷൻ ഡയറക്ടറും തിരിഞ്ഞു പോകും. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഫിക്സ് ചെയ്യുക, ചന്ദ്രയാൻ 2 മിഷനിലാണ് 2 വനിതകൾ വരുന്നത്. 2 വനിതകൾ പ്രോജക്ട് ഡയറക്ടറായിട്ടും മിഷൻ ഡയറക്ടറായിട്ടും വരുന്നത് ചന്ദ്രയാൻ 2 മിഷനിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് പ്രോജക്റ്റിൽ ഒരു മുത്തമിടാം. പ്രോജക്റ്റിൽ മുത്തമിടാം. അപ്പൊ പ്രോജക്റ്റിൽ മുത്തമിടാം. അപ്പോൾ വനിതാ മുത്തയ്യയാണ് പ്രോജക്ട് ഡയറക്ടർ. പ്രോജക്റ്റിൽ നമുക്ക് മുത്തമിടാം. വനിതാ മുത്തയ്യയാണ് പ്രോജക്ട് ഡയറക്ടർ. മിഷൻ ഡയറക്ടർ നമുക്ക് തിരിയില്ലല്ലോ. ഋതു കരുതൽ. ഋതു കരുതലാണ് മിഷൻ ഡയറക്ടർ. പ്രോജക്റ്റിൽ നമുക്ക് മുത്തമിടാം. വനിതാ മുത്തയ്യ പ്രോജക്ട് ഡയറക്ടർ. മിഷൻ ഡയറക്ടർ ഋതു കരുതൽ. ആരാണ്? ഋതു കരുതൽ. ISRO ചെയർമാൻ കെ ശിവനാണ്. അപ്പോൾ ഈ കെ ശിവൻ നമ്മൾ മറക്കരുത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രയാൻ 2 മിഷൻ പരാജയമായിരുന്നു. അത് നമുക്ക് വിജയിച്ചില്ല. ചന്ദ്രയാൻ 2 മിഷൻ ഒരു പരാജയമായിരുന്നു. അത് പരാജയപ്പെട്ട സമയത്ത് അദ്ദേഹം വളരെ വികാര നിർഭരനായി മീഡിയാസിന്റെ മുന്നിലൊക്കെ വന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. മീഡിയാസിന്റെ മുന്നിൽ കരഞ്ഞതല്ല, അദ്ദേഹം കരഞ്ഞത് മീഡിയാസ് ഒക്കെ എന്ത് ചെയ്തു? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെ ശിവനാണ് ചന്ദ്രയാൻ 2 മിഷന്റെ ചെയർമാൻ. ചന്ദ്രയാൻ 2 മിഷൻ ടൈമിൽ നമ്മുടെ ISRO ചെയർമാൻ ആയിരുന്നത് കെ ശിവനാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രയാൻ 2 മിഷൻ ഒരു പരാജയമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ലാൻഡഡ് ഓൺ മൂൺ എന്നും പറഞ്ഞ് നമ്മളൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്. 2019 സെപ്റ്റംബർ 7. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് മൂണിൽ, അതായത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ച ഡേറ്റ് ആയിരുന്നു. ഇതൊരു പരാജയമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ മൂണിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടാകുമോ? മൂണിൽ ലാൻഡ് ചെയ്തില്ല. ലാൻഡ് ചെയ്തിരുന്നുവെങ്കിൽ അത് വിജയമാകുമായിരുന്നു. മൂണിൽ ലാൻഡ് ചെയ്യാനായില്ല. ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ദിവസമായിരുന്നു 2019 സെപ്റ്റംബർ 7 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോട്ട് തരുമ്പോൾ അങ്ങനെ തന്നെ തരാം. നിങ്ങൾക്കൊന്ന് ഇത് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ ഇട്ടത്. ഇത് മൂണിൽ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ദിവസമാണ് എന്തെന്ന് പറയുന്നത് 2019 സെപ്റ്റംബർ 7. എന്നാൽ മൂണിൽ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. മൂണിൽ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഒരു ഡേറ്റ് ആണ് 2019 സെപ്റ്റംബർ 7 എന്ന് പറയുന്നത്. കമ്പോണൻസ്. ചന്ദ്രയാൻ 2 മിഷന്റെ കമ്പോണൻസ് ഒരു ഓർബിറ്ററും ഒരു ലാൻഡറും ഒരു റോവറുമായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു ഓർബിറ്റർ ഉണ്ടായിരുന്നു, ഒരു ലാൻഡർ ഉണ്ടായിരുന്നു, ഒരു റോവർ ഉണ്ടായിരുന്നു. ചന്ദ്രയാൻ 2ലെ ലാൻഡർ ആണ് വിക്രം. ലാൻഡർ വിക്രം ആൻഡ് റോവർ പ്രഗ്യാൻ. റോവർ പ്രഗ്യാൻ ആണ്. ലാൻഡർ ഏതാണ്? ലാൻഡർ വിക്രമാണ്. അപ്പോൾ ഒരു ഓർബിറ്റർ ഉണ്ട്, ഒരു ലാൻഡർ ഉണ്ട്, പിന്നെന്തുണ്ട്? ഒരു റോവർ ഉണ്ട്. ചന്ദ്രയാൻ 1ൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? നമ്മൾ എന്താ പറഞ്ഞേ? ഒരു ഓർബിറ്ററും പിന്നെന്തുണ്ടായിരുന്നു? ഒരു മൂൺ ഇമ്പാക്ട് പ്രോബും. ഒരു ഓർബിറ്ററും മൂൺ ഇമ്പാക്ട് പ്രോബും അടങ്ങുന്നതായിരുന്നു നമ്മുടെ ചന്ദ്രയാൻ 1 മിഷൻ. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ ഒരു ഓർബിറ്റർ ഉണ്ട്, പിന്നെന്തുണ്ട്? ഒരു ലാൻഡർ ഉണ്ട്, പിന്നെ ഒരു റോവറും ഉണ്ട്. ലാൻഡർ വിക്രമാണ്, റോവർ പ്രഗ്യാനാണ്. ഓർബിറ്റർ റിമൈൻസ് ഇൻ ലൂണാർ ഓർബിറ്റ്. അപ്പൊ നമ്മുടെ മിഷൻ ഫെയില്യൂർ ആയെങ്കിലും അതിന്റെ ഓർബിറ്റർ ഇപ്പോഴും എവിടെയുണ്ട്? നമ്മുടെ ലൂണാർ ഓർബിറ്റിൽ, നമ്മുടെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ തന്നെ ഇപ്പോഴും നമ്മുടെ ചന്ദ്രയാൻ 2വിന്റെ ഓർബിറ്റർ ഉണ്ട്. കണ്ടക്ടിങ് സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻസ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ചില സയന്റിഫിക് എക്സ്പെരിമെന്റ്സും ഒബ്സർവേഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഓർബിറ്റർ എവിടെ തന്നെയുണ്ട്? നമ്മുടെ ലൂണാർ ഓർബിറ്റിൽ തന്നെ ഉണ്ട്. ഇതിന്റെ ലാൻഡർ ആയിരുന്നു വിക്രം ആയിരുന്നു ലാൻഡർ. എക്സ്പീരിയൻസ്ഡ് എ ഹാർഡ് ലാൻഡിംഗ് ഡ്യൂറിംഗ് ഡിസെന്റ്, ലോസിംഗ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ISRO. അപ്പോൾ ലാൻഡർ ആണ് എവിടെ ഇറങ്ങേണ്ടത്? ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങേണ്ടത്. ഇത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സമയത്ത് അതിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുകയും നമ്മുടെ ISROയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടമാവുകയും ചെയ്തു. എന്താണ്? ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിടുകയും എന്ത് ചെയ്തു? നാസയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടമാവുകയും ചെയ്തു ലാൻഡർ വിക്രമിന്.
ഇതിന്റെ പ്രഗ്യാൻ റോവർ ആയിട്ടുള്ള പ്രഗ്യാൻ വാസ് ഇന്റൻഡഡ് ടു എക്സ്പ്ലോർ ദ ലൂണാർ സർഫസ് ബട്ട് ഇറ്റ്സ് ഡിപ്ലോയ്മെന്റ് വാസ് അഫക്റ്റഡ് ബൈ ദ ലാൻഡേഴ്സ് ഫെയിലുവർ. അപ്പൊ അതുപോലെ തന്നെ ഈ റോവർ ആയിട്ടുള്ള നമ്മുടെ പ്രഗ്യാൻ എന്ത് ചെയ്തു, എന്താണ് നമ്മുടെ ലാൻഡറിന്റെ ഫെയിലുവർ പ്രഗ്യാനെയും എന്ത് ചെയ്തു, ബാധിച്ചു. അപ്പൊ നമ്മുടെ ലാൻഡറിന്റെ പരാജയം എന്തിനേയും ബാധിച്ചു, നമ്മുടെ റോവറായിട്ടുള്ള പ്രഗ്യാനെയും ബാധിച്ചു. ലാൻഡ് ചെയ്തെങ്കിലല്ലേ നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ ബാക്കി നമുക്ക് ചെയ്യാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ ചന്ദ്രയാൻ 2 മിഷൻ ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തിരിക്കുക കേട്ടോ. മിഷൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? ചന്ദ്രയാൻ 2 മിഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ ദ ലൂണാർ സൗത്ത് പോൾ. നമ്മുടെ ചന്ദ്രന്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യാനാണ് നമ്മുടെ ചന്ദ്രയാൻ 2 ഉദ്ദേശിച്ചിരുന്നത്. അതിന്റെ ലക്ഷ്യം വെച്ചിരുന്നത് സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യാനായിരുന്നു. സ്റ്റഡി ഓഫ് ലൂണാർ സർഫസ്, മിനറോളജി ആൻഡ് എക്സോസ്ഫിയർ. അപ്പോൾ ചന്ദ്രോപരിതലത്തെ പറ്റി പഠിക്കുക, മിനറോളജിയെ പറ്റി പഠിക്കുക, പിന്നെന്താണ് എക്സോസ്ഫിയറിനെ പറ്റിയും പഠിക്കുക. ഇതൊക്കെയായിരുന്നു നമ്മുടെ ചന്ദ്രയാൻ 2ന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മാപ്പിംഗ് ദ അബണ്ടൻസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ലൂണാർ വാട്ടർ. നമ്മൾ ചന്ദ്രയാൻ 1 ജലത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അപ്പോൾ അത് എവിടെയാണ് എന്നൊന്ന് മാപ്പ് ചെയ്യാൻ കൂടിയാണ് നമ്മൾ ചന്ദ്രയാൻ 2 മിഷൻ വിക്ഷേപിച്ചിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മാപ്പിംഗ് ദ അബണ്ടൻസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ലൂണാർ വാട്ടർ. എവിടെയൊക്കെയാണ് വെള്ളമുള്ളത് എന്ന രീതിയിൽ ഒന്ന് മാപ്പ് ചെയ്യുക എന്നതും ചന്ദ്രയാൻ 2ന്റെ ഒരു ലക്ഷ്യമായിരുന്നു. ഡീമോൺസ്ട്രേഷൻ ഓഫ് കീ ടെക്നോളജീസ് ഫോർ ഫ്യൂച്ചർ ലൂണാർ മിഷൻ. പിന്നെന്താണ്? വരുംകാല ഭാവിയിലെ ലൂണാർ മിഷൻസിന് വേണ്ടി കുറച്ച് ഡീമോൺസ്ട്രേഷൻസ് ഒക്കെ തയ്യാറാക്കുക. അപ്പോൾ പുതിയ ടെക്നോളജീസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സഹായം എന്ന വണ്ണമാണ് ചന്ദ്രയാൻ 2 മിഷൻ വിക്ഷേപിച്ചിരുന്നത്. അതിന്റെ സിഗ്നിഫിക്കൻസ്, പ്രത്യേകതകൾ. അപ്പോൾ പരാജയമാണെങ്കിലും അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്താണ്? എ സിഗ്നിഫിക്കന്റ് ടെക്നോളജിക്കൽ ലീപ്പ് ഫോർ ISRO. ISROയ്ക്ക് സാങ്കേതിക വിദ്യയിലെ ഒരു കുതിച്ചുചാട്ടം തന്നെയായിരുന്നു എന്ത്? നമ്മുടെ ചന്ദ്രയാൻ 2 മിഷൻ. ഇൻക്രീസ്ഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മൂൺസ് കോമ്പോസിഷൻ ആൻഡ് എവല്യൂഷൻ. പരാജയമാണെങ്കിലും നമ്മുടെ മൂൺസ് കോമ്പോസിഷൻ, ചന്ദ്രന്റെ കോമ്പോസിഷനെ പറ്റിയൊക്കെ മനസ്സിലാക്കാനുള്ള എന്താണ് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായിച്ചു? ചന്ദ്രയാൻ 2 മിഷൻ സഹായിച്ചു. ഡീമോൺസ്ട്രേറ്റഡ് ഇന്ത്യസ് ക്യാപ്പബിലിറ്റീസ് ഇൻ ലൂണാർ എക്സ്പ്ലോറേഷൻ. അപ്പൊ ലൂണാർ എക്സ്പ്ലോറേഷനിൽ ഇന്ത്യയുടെ കഴിവ് വർദ്ധിപ്പിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ചന്ദ്രയാൻ 3 മിഷൻ വളരെയധികം വിജയകരമായി പൂർത്തിയാക്കാനായത്, അല്ലേ? ചന്ദ്രയാൻ 3 ഒരു വിജയമായിരുന്നു. ചന്ദ്രയാൻ 2 ആണ് ഇതിനൊക്കെ സഹായിച്ചു. 1ഉം 2ഉം ഒക്കെ നമ്മുടെ അടുത്ത മിഷനിലേക്കുള്ള നമുക്കൊരു പേയ്മെന്റ് തന്നെയായിരുന്നു. ദ മിഷൻ പ്രൊവൈഡഡ് വാല്യുബിൾ ഡേറ്റ ഫോർ ഫ്യൂച്ചർ മിഷൻസ്. അപ്പോൾ ഭാവിയിലെ ദൗത്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്തു? വാല്യുബിൾ ആയിട്ടുള്ള ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്ത ഒരു മിഷനും കൂടിയായിരുന്നു. അപ്പൊ ഇത് പരാജയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പരാജയമായിരുന്നു, അപ്പൊ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല, ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊന്നും പറഞ്ഞ് ഒഴിവാക്കരുത്. ഇതൊരു പരാജയമാണെങ്കിലും ഇതിന്റെ കുറച്ച് സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമുക്ക് വരുന്ന ചന്ദ്രദൗത്യങ്ങൾക്കൊക്കെ സഹായകമാകുന്ന ഒത്തിരി സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു മിഷൻ തന്നെയായിരുന്നു ഏത്? ചന്ദ്രയാൻ 2 മിഷൻ. നമുക്കിനി പേര് നൽകിയതാണെന്ന് നോക്കാം. ദി ലാൻഡർ വാസ് നെയ്മഡ് വിക്രം ആഫ്റ്റർ ഡോക്ടർ വിക്രം സാരാഭായ്. ഇപ്പൊ ചന്ദ്രയാൻ 2ന്റെ ലാൻഡർ ആയിരുന്നു വിക്രം. ഈ ലാൻഡറിന് വിക്രം എന്ന് പേര് നൽകാൻ കാരണം ഡോക്ടർ വിക്രം സാരാഭായി ആണ്. ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായിയുടെ ആദര സൂചകമായിട്ടാണ് നമ്മൾ ലാൻഡറിന് എന്തെന്ന് പേര് നൽകി? വിക്രം എന്ന് പേര് നൽകി. വിക്രം എന്ന് പേര് നൽകി. ദ റോവർ വാസ് നെയ്മഡ് പ്രഗ്യാൻ മീനിങ് വിസ്ഡം. അപ്പോ റോവറിന് പ്രഗ്യാൻ എന്ന് പേര് നൽകാൻ കാരണം വിസ്ഡം എന്നർത്ഥം വെക്കുന്നു. വിസ്ഡം എന്ന് വെച്ചാൽ എന്താണ്? ജ്ഞാനം, അറിവ് എന്നർത്ഥം വെക്കുന്നതാണ് പ്രഗ്യാൻ എന്ന വാക്ക്. ദ റോവർ വാസ് നെയ്മഡ് പ്രഗ്യാൻ മീനിങ് വിസ്ഡം. ജ്ഞാനം എന്നർത്ഥം വരുന്ന വാക്കാണ് പ്രഗ്യാൻ. സൗത്ത് പോൾ ഫോക്കസ്. The mission specifically targeted the lunar south pole, a region believed to contain water, ice in permanently shadowed craters. അപ്പൊ എന്താണ് ഇതിന്റെ, അതായത് നമ്മുടെ ചന്ദ്രന്റെ സൗത്ത് പോളിൽ, ദക്ഷിണ ധ്രുവത്തിൽ ചില ഗർത്തങ്ങളിൽ വാട്ടറും ഐസും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ജലവും
പിന്നെന്താണ് ഐസ് മോളിക്യൂൾസും ഐസും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത് എന്ത് സ്പെസിഫൈ ചെയ്തത്, ചന്ദ്രന്റെ സൗത്ത് പോൾ സ്പെസിഫൈ ചെയ്തത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം ലക്ഷ്യം വെച്ചതിന്റെ കാരണം എന്താണ്, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് വാട്ടർ കണ്ടന്റ് ഉള്ളത്, വാട്ടർ മോളിക്യൂൾസിന്റെ പ്രസൻസ് ഉള്ളത് ദക്ഷിണ ധ്രുവത്തിലാണ് എന്ന് നമ്മുടെ ശാസ്ത്രലോകം വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, സൗത്ത് പോള് ലക്ഷ്യം വെച്ചത്. ഇതിന്റെ കോസ്റ്റ് ഏകദേശം 141 മില്യൺ US$ ആണ് എന്തിന് ചിലവായത്, ചന്ദ്രയാൻ 2 മിഷന് ചിലവായത്. എത്രയാണ്, 141 മില്യൺ US$. 141 മില്യൺ US$ ആണ് ചന്ദ്രയാൻ 2 മിഷന് ചെലവായത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ചന്ദ്രയാൻ 2 മിഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്. അടുത്തതായി വരുന്നത് എന്താണ്, ചന്ദ്രയാൻ 3 ആണ് അല്ലെ, നമ്മുടെ ഇന്ത്യയുടെ 3ാമത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 ഈസ് ഇന്ത്യസ് 3rd ലൂണാർ മിഷൻ. ഇന്ത്യയുടെ 3ാമത്തെ ലൂണാർ മിഷൻ ആണ് എന്തെന്നറിയപ്പെടുന്നത്, ചന്ദ്രയാൻ 3 എന്ന് അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ലോഞ്ച്ഡ് ബൈ 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. 2023 ജൂലൈ 14. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത് എന്നായിരുന്നു 2019 ജൂലൈ 22. ചന്ദ്രയാൻ 3 2023 ജൂലൈ 14. ലോഞ്ച് വെഹിക്കിൾ, ഇതിന്റെ ലോഞ്ച് വെഹിക്കിൾ LV-M3M4 ആണ്. എന്താണ്, LV-M3M4 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. എന്താണ്, ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3, അതാണ് LV-M3. LV-M3M4 ആണ് ചന്ദ്രയാൻ 3യുടെ ലോഞ്ച് വെഹിക്കിൾ. GSLV Mark 3 is renamed as LV-M3 and it is also known as ബാഹുബലി. എന്താണ്, GSLV Mark 3 ആണ് LV-M3 എന്ന് പുനർനാമകരണം ചെയ്തത്. GSLV Mark 3 ആണ് LV-M3 എന്ന് പുനർനാമകരണം ചെയ്തത്. കൂടാതെ ഇതാണ് ബാഹുബലി എന്നറിയപ്പെടുന്നത്. എന്തെന്നറിയപ്പെടുന്നു, ബാഹുബലി എന്നറിയപ്പെടുന്നത് GSLV Mark 3 അഥവാ LV-M3 ആണ്. ഇതും വിക്ഷേപിച്ചത് എവിടെ നിന്ന് തന്നെയാണ്, നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് ചന്ദ്രയാൻ 3യും വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 reached the moon's orbit on 2023 August 5. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു. കൃത്യമായി പഠിച്ചിരിക്കുക. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു. എവിടെ എത്തിച്ചേർന്നു, മൂൺസ് ഓർബിറ്റിൽ എത്തിച്ചേർന്നു. 2023 ഓഗസ്റ്റ് 5. അടുത്തൊരു ഡേറ്റ് ഉണ്ട്, ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചന്ദ്രയാൻ 3 ലാൻഡഡ് ഓൺ ദ സർഫസ് ഓഫ് മൂൺ. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 നമ്മുടെ ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത്. നമ്മൾ എന്തായി ആചരിക്കുന്നു, ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. സ്പേസ് ഡേ ഓഗസ്റ്റ് 23 ആചരിക്കാൻ കാരണം എന്താണ്, ചന്ദ്രയാൻ 3 landed on the surface of the moon on 2023 August 23. The lander landed on the plain between the crater Mancinus C, Symbelius N at the moon's south pole. അപ്പോ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലുള്ള 2 ക്രേറ്റേഴ്സ്, 2 ഗർത്തങ്ങൾക്കിടയിലാണ് നമ്മുടെ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണത്, മാൻസിനസ് സി, സിംബേലിയസ് എൻ. ഏതൊക്കെയാണ്, മാൻസിനസ് സി, സിംബേലിയസ് എൻ, മാൻസിനസ് സി എന്നീ 2 ഗർത്തങ്ങൾക്കിടയിലാണ് നമ്മുടെ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തത്. The landing place of Vikram lander of Chandrayaan 3 is known as ശിവശക്തി പോയിന്റ്. അപ്പൊ നമ്മുടെ വിക്രം ലാൻഡർ ലാൻഡ് ചെയ്ത ആ പോയിന്റിനെ, നമ്മുടെ മാൻസിനസ് സിക്കും സിംബേലിയസ് എന്നിനും ഇടയിലുള്ള ആ ഗർത്തത്തിലെ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ശിവശക്തി പോയിന്റ്. എന്താണെന്നറിയപ്പെടുന്നു, ശിവശക്തി പോയിന്റിലാണ് നമ്മുടെ വിക്രം ലാൻഡർ ലാൻഡ് ചെയ്തത്. കൂടാതെ നമ്മുടെ ചന്ദ്രയാൻ 2
തകർന്ന സ്ഥലം, നമ്മുടെ ലൂണാർ സർഫസിൽ ചന്ദ്രയാൻ 2 തകർന്നു വീണ സ്ഥലത്തിനെ തിരങ്ക എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? തിരങ്ക. ദ ക്രാഷ് സൈറ്റ് ഓഫ് ചന്ദ്രയാൻ 2 ഓൺ ലൂണാർ സർഫസ് ഈസ് നോൺ ആസ് തിരങ്ക ആൻഡ് ദ ലാൻഡിംഗ് പ്ലേസ് ഓഫ് വിക്രം ലാൻഡർ ഓഫ് ചന്ദ്രയാൻ 3 ഈസ് നോൺ ആസ് ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3യിലെ വിക്രം ലാൻഡർ ലാൻഡ് ചെയ്ത സ്ഥലത്തിനെ നമ്മൾ ശിവശക്തി പോയിന്റ് എന്നും ലൂണാർ സർഫസിൽ നമ്മുടെ ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ 2 തകർന്നു വീണ സ്ഥലത്തെ തിരങ്ക എന്നും പറയുന്നു. എന്തെന്നറിയപ്പെടുന്നു? തിരങ്ക. The names were announced by Prime Minister നരേന്ദ്ര മോദി. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇങ്ങനെ ശിവശക്തി പോയിന്റ് എന്നും തിരങ്ക പോയിന്റ് എന്നും ഒക്കെ ഇതിന് പേരുകൾ നൽകിയത്. After the landing of Chandrayaan 3 on the lunar surface, the NASA, Russia, after China, India becomes the 4th country to perform a soft landing on the moon. അതായത് USA, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കു ശേഷം ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി മാറി ഇന്ത്യ. എന്താണ്? USA, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കു ശേഷം ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി മാറി ഇന്ത്യ. ഏത് മിഷനിലൂടെയാണ്? നമ്മുടെ ചന്ദ്രയാൻ 3 മിഷനിലൂടെ. ചന്ദ്രയാൻ 3 മിഷനിലൂടെ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. കൂടാതെ എന്താണ്? ചന്ദ്രന്റെ സൗത്ത് പോളിൽ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടക്കുന്ന അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രയാൻ 3 ഈസ് ഫേമസ് ഫോർ ബീയിങ് ദ ഫസ്റ്റ് കൺട്രി ടു ലാൻഡ് പ്രോബ് ഓൺ ദ മൂൺസ് സൗത്ത് പോൾ. ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുന്നു ഇന്ത്യ. ഏത് ദൗത്യത്തിലൂടെ? നമ്മുടെ ചന്ദ്രയാൻ 3 മിഷനിലൂടെയാണ് ഇത്തരമൊരു നേട്ടം നമ്മുടെ ഇന്ത്യ കൈവരിച്ചത്. After landing, the rover placed the Ashoka pillar and the ISRO logo on the lunar surface. അപ്പോൾ ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ റോവർ പ്രഗ്യാൻ എന്തൊക്കെ സ്ഥാപിച്ചു? അശോക പില്ലർ, അശോക സ്തംഭവും കൂടാതെ ISROയുടെ ലോഗോയും ലൂണാർ സർഫസിൽ സ്ഥാപിച്ചു. ചന്ദ്രോപരിതലത്തിൽ എന്തൊക്കെയാണ് സ്ഥാപിച്ചത്? അശോക സ്തംഭവും ISROയുടെ ലോഗോയും. അപ്പൊ കൃത്യമായി പഠിക്കുക. അശോക പില്ലർ ആൻഡ് ISRO ലോഗോയാണ് ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ 3 മിഷന്റെ റോവറായ പ്രഗ്യാൻ സ്ഥാപിച്ചത്. The first message received by ISRO from the probe of ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3യുടെ പ്രോബിൽ നിന്നും ISROയ്ക്ക് ലഭിച്ച ആദ്യത്തെ മെസ്സേജ് ഓർക്കുക. ഫ്രം ദ പ്രോബ് ഓഫ് ചന്ദ്രയാൻ 3 എന്നാണ് ചോദ്യം. I feel the gravity of the moon. എന്താണ്? I feel the gravity of the moon. I am feeling lunar gravity. ഞാൻ എന്താണ്? ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അറിയുന്നു എന്നാണ് ആദ്യത്തെ മെസ്സേജ്. ISROയ്ക്ക് കിട്ടിയ ആദ്യത്തെ മെസ്സേജ് ആണ് I feel the lunar gravity of the moon. കൂടാതെ ചന്ദ്രയാൻ 3യുടെ ഫസ്റ്റ് മെസ്സേജ് ആഫ്റ്റർ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം ചന്ദ്രയാൻ 3യിൽ നിന്നും വന്ന ആദ്യത്തെ മെസ്സേജ് ആണ് ഇന്ത്യ I reached my destination and you too. എന്തായിരുന്നു? ഇന്ത്യ I reached my destination and you too. ഇതെപ്പോഴാണ്? സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം, ചന്ദ്ര ഉപരിതലത്തിലെ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം ചന്ദ്രയാൻ 3യിൽ നിന്നും വന്ന ഫസ്റ്റ് മെസ്സേജ് ആണ് ഇന്ത്യ I reached my destination and you too. ചന്ദ്രയാൻ 3, the total weight of the probe is 3900 കിലോഗ്രാം. നമ്മുടെ പ്രോബിന്റെ ആകെ ഭാരം എന്ന് പറയുന്നത് 3900 കിലോഗ്രാം ആയിരുന്നു. ചന്ദ്രയാൻ 3യില് അതിന്റെ പ്രോബിന്റെ ആകെ വെയിറ്റ് എന്ന് പറയുന്നത് 3900 കിലോഗ്രാം ആയിരുന്നു. നമ്മുടെ ചന്ദ്രയാൻ 3യുടെ പ്രോബിന്റെ ആകെ ഭാരം, അതായത് ആ പേടകത്തിന്റെ, പ്രോബ് എന്ന് വെച്ചാൽ പേടകം എന്നാണ്, ആ പേടകത്തിന്റെ ആകെ ഭാരം എന്ന് പറയുന്നത് 3900 കിലോഗ്രാം ആയിരുന്നു. എന്താണ്? 3900 കിലോഗ്രാം. അപ്പൊ പ്രോബിൽ നിന്ന് വന്ന ആദ്യ സന്ദേശം, ആ പേടകത്തിൽ നിന്ന് തന്നെ വന്ന ആദ്യ സന്ദേശം എന്താണ്? I feel the gravity of moon എന്നാണ് പേടകത്തിൽ നിന്ന് വന്ന ആദ്യ മെസ്സേജ്. അടുത്തത് എന്തായിരുന്നു? സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം വന്ന മെസ്സേജ് എന്തായിരുന്നു? ഇന്ത്യ I reached my destination you too എന്നതാണ് രണ്ടാമത്തെ, അതായത് സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷമുള്ള മെസ്സേജ്. അപ്പോൾ പ്രോബിന്റെ വെയിറ്റ്, ആ പേടകത്തിന്റെ ആകെ ഭാരം എന്ന് പറയുന്നത് 3900 കിലോഗ്രാം ആയിരുന്നു. എത്രയാണ്?
3900 കിലോഗ്രാം ആണ്. The first stage of the rocket will run on solid fuel, the second stage will run on liquid fuel and the last stage will run on a cryogenic engine. നമ്മുടെ റോക്കറ്റിന് 3 ഭാഗമുണ്ട്. നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്നതാണല്ലേ, പഠിക്കുന്നതല്ല നമ്മൾ കാണുന്നതാണ്, നമുക്കറിയാം. ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യുന്നു, ഓരോ ഭാഗം ഇങ്ങനെ അടർന്ന് മാറിക്കൊണ്ടിരിക്കും അല്ലേ. ഓരോ സ്റ്റേജിലും ഓരോ ഭാഗം അടർന്ന് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ 3 സ്റ്റേജ് ആണ് ഒരു റോക്കറ്റിനുള്ളത്. നമ്മുടെ ചന്ദ്രയാൻ 3 മിഷനിൽ ഇതിന്റെ റോക്കറ്റിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഉപയോഗിച്ചിരുന്ന ഇന്ധനം എന്ന് പറയുന്നത് സോളിഡ് ഫ്യൂവൽ ആയിരുന്നു. ഒരു ഖര ഇന്ധനം സോളിഡ് ഫ്യൂവൽ ആണ് ഫസ്റ്റ് സ്റ്റേജിൽ ഉപയോഗിച്ചത്. രണ്ടാമത്തെ സ്റ്റേജിൽ ഉപയോഗിച്ചത് ലിക്വിഡ് ഫ്യൂവൽ ആണ്. ഏതാണ്? ലിക്വിഡ് ഫ്യൂവൽ ആണ് രണ്ടാമത്തെ സ്റ്റേജിൽ ഉപയോഗിച്ചത്. ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് വിൽ റൺ ഓൺ ക്രയോജനിക് എഞ്ചിൻ. അതിന്റെ അവസാനത്തെ ഭാഗം ക്രയോജനിക് എഞ്ചിനിലാണ് പ്രവർത്തിച്ചത്. എന്താണ്? റോക്കറ്റിന്റെ ഒന്നാമത്തെ ഭാഗം സോളിഡ് ഫ്യൂവലിലും രണ്ടാമത്തെ ഭാഗം ലിക്വിഡ് ഫ്യൂവലിലും മൂന്നാമത്തെ ഭാഗം ക്രയോജനിക് എഞ്ചിനിലുമാണ് പ്രവർത്തിച്ചത്. ഇനി നമുക്ക് കുറച്ച് മോഡ്യൂൾസ് പഠിക്കണം. ചന്ദ്രയാൻ 3യിൽ പ്രധാനമായിട്ടും 3 മോഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത്. The 3 main modules in the Chandrayaan 3 missions are ഒന്നാമത് ഒരു പ്രൊപ്പൽഷൻ മോഡ്യൂൾ. എന്തുണ്ടായിരുന്നു? ഒരു പ്രൊപ്പൽഷൻ മോഡ്യൂൾ ഉണ്ടായിരുന്നു, ഒരു ലാൻഡർ മോഡ്യൂൾ ഉണ്ടായിരുന്നു, ഒരു റോവർ ഉണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു പ്രൊപ്പൽഷൻ മോഡ്യൂൾ ഉണ്ടായിരുന്നു, ഒരു ലാൻഡർ മോഡ്യൂൾ ഉണ്ടായിരുന്നു, അവസാനമായിട്ട് ഒരു റോവറും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോ മോഡ്യൂളിനെ പറ്റി പഠിക്കാം. ഒന്നാമത്തേത് പ്രൊപ്പൽഷൻ മോഡ്യൂൾ. The propulsion module carries the lunar and the rover up to lunar orbit. പ്രൊപ്പൽഷൻ മോഡ്യൂൾ ആണ് നമ്മുടെ ലാൻഡറിനെയും റോവറിനെയും, ലാൻഡർ വിക്രമാണ്, റോവർ പ്രഗ്യാനാണ്. അപ്പോൾ ലാൻഡറിനെയും റോവറിനെയും ചന്ദ്രന്റെ ഭ്രമണതലത്തിൽ എത്തിച്ചത് എന്താണ്? പ്രൊപ്പൽഷൻ മോഡ്യൂൾ ആണ്. The propulsion module carries the lander and rover up to lunar orbit. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നമ്മുടെ ലാൻഡറിനെയും റോവറിനെയും എത്തിച്ചത് പ്രൊപ്പൽഷൻ മോഡ്യൂൾ ആണ്. The payload shape of the propulsion module is studying other habitable exoplanets. അതായത് മറ്റ് ഗ്രഹങ്ങളിൽ വാസയോഗ്യമായ സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊപ്പൽഷൻ മോഡ്യൂൾ ഉണ്ടായിരുന്ന ഒരു പേലോഡാണ് ഷേപ്പ്. എന്താണ്? മറ്റ് ബാഹ്യഗ്രഹങ്ങളിൽ എന്താണ് വാസയോഗ്യമായ സ്ഥലങ്ങളുണ്ടോ എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു പേലോഡാണ് ഷേപ്പ്. ഈ ഷേപ്പ് പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ ഉണ്ടായിരുന്ന ഒരു പേലോഡാണ് ഷേപ്പ് എന്ന് പറയുന്നത്. ഷേപ്പിന്റെ ഫുൾ ഫോം ആണ് സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്. എന്താണ്? സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്. സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്നതാണ് ഷേപ്പിന്റെ പൂർണ്ണമായ രൂപം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? എക്സോ പ്ലാനറ്റ്സിൽ, ബാഹ്യഗ്രഹങ്ങളിൽ വാസയോഗ്യമായ സ്ഥലങ്ങളുണ്ടോ എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പേലോഡ് ആയിരുന്നു ഷേപ്പ്. ഷേപ്പ് പേലോഡ് പ്രൊപ്പൽഷൻ മോഡ്യൂളിലാണ്. ഓർത്തിരിക്കുക, ഷേപ്പ് പേലോഡ് ഏതിലാണ്? പ്രൊപ്പൽഷൻ മോഡ്യൂളിലാണ്. A historic achievement has been achieved by ISRO by returning the propulsion module to the Earth. അപ്പോൾ നമ്മുടെ എർത്ത് ഓർബിറ്റിൽ, നമ്മുടെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പ്രൊപ്പൽഷൻ മോഡ്യൂളിനെ തിരിച്ചെത്തിക്കാൻ ISROയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ചരിത്ര നേട്ടമാണ്. എ ഹിസ്റ്റോറിക്കൽ അച്ചീവ്മെന്റ് ആയിരുന്നു. എന്ത്? ബൈ റിട്ടേണിംഗ് ദ പ്രൊപ്പൽഷൻ മോഡ്യൂൾ ടു എർത്ത് ഓർബിറ്റ്. നമ്മുടെ ഭൂമിയിലേക്ക് നമ്മുടെ പ്രൊപ്പൽഷൻ മോഡ്യൂളിനെ തിരികെ കൊണ്ടുവരാൻ എന്തിനു കഴിഞ്ഞു? നമ്മുടെ ISROയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ചരിത്ര നേട്ടം കൂടിയാണ്. ചന്ദ്രയാൻ 3 മിഷനിലാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് കൂടി നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. This is the first time in history that ISRO returning an object from the orbit of another planet or moon has been brought into Earth orbit. അപ്പോൾ ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. എന്താണ്? നമ്മൾ ബഹിരാകാശത്തേക്ക് വിട്ട ഒരു വസ്തു എന്ത് തന്നെ ആകട്ടെ, എന്തെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരികെ കൊണ്ടുവരുന്നു. നമ്മുടെ ബഹിരാകാശത്ത് അല്ലെങ്കിൽ മൂണിലേക്ക് തന്നെ നമ്മൾ അയച്ച ഒരു വസ്തു നമ്മൾ തിരികെ എർത്ത് ഓർബിറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ കൊണ്ടുവന്നത് ഏതായിരുന്നു? നമ്മുടെ പ്രൊപ്പൽഷൻ മോഡ്യൂളിനെ ആയിരുന്നു. നമ്മുടെ പ്രൊപ്പൽഷൻ മോഡ്യൂളിനെയാണ് തിരികെ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ ISROയ്ക്ക് കഴിഞ്ഞത്. അടുത്തത് ലാൻഡർ മോഡ്യൂൾ. ഏതാണ് ലാൻഡർ മോഡ്യൂൾ? വിക്രം ആണ് അല്ലെ. ലാൻഡർ മോഡ്യൂൾ ആണ് വിക്രം. ഇതാണ് നമ്മുടെ ലാൻഡർ മോഡ്യൂൾ. ലാൻഡർ മോഡ്യൂളിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്.
ചന്ദ്രയാൻ 3 ലാൻഡർ വിക്രം. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ ഏതാണ്? വിക്രമാണ്. ദ പാർട്ട് ദാറ്റ് മെയ്ഡ് ദ സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ മൂൺ. അപ്പൊ മൂണിൽ, നമ്മുടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ, ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രയാൻ 3 മിഷന്റെ ഭാഗം ഏതാണ്? ലാൻഡർ ആയിട്ടുള്ള വിക്രമാണ്. വിക്രം ലാൻഡർ ആണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. The lander's exploration time is 14 Earth days. ഇതിന്റെ എക്സ്പ്ലോറേഷൻ ടൈം എന്ന് പറയുന്നത് 14 ഭൗമ ദിനങ്ങളാണ്. എത്രയാണ്? 14 ഭൗമ ദിനങ്ങൾ. ഇതിന്റെ എക്സ്പ്ലോറേഷൻ ടൈം, ഇതിന്റെ പര്യവേഷണ സമയം, കാലാവധി എത്ര ദിവസമാണ്? 14 ഭൗമ ദിനങ്ങളാണ്. The lander's exploration time is 14 Earth days. The lander payload that studies temperature variation on the moon. അപ്പൊ നമ്മുടെ മൂണിലെ ടെമ്പറേച്ചർ വേരിയൻസ്, താപ വ്യത്യാസം പഠിച്ച ലാൻഡർ പേലോഡാണ് ചസ്തേ. എന്താണ്? ചസ്തേ. ചസ്തേ എന്ന് പറയുന്നത് ലാൻഡർ പേലോഡാണ്. നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇതാണ്. ചസ്തേ എന്ന് പറയുന്നത് ലാൻഡർ പേലോഡാണ്. നമ്മൾ ഓരോ മോഡ്യൂളിനും ഓരോ പേലോഡ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ലാൻഡർ മോഡ്യൂളിന്റെ പേലോഡാണ് ഏത്? ചസ്തേ. ഇതെന്താണ് പഠിച്ചത്? ടെമ്പറേച്ചർ വേരിയേഷൻ, മൂണിലെ ടെമ്പറേച്ചർ വേരിയേഷൻ പഠിച്ച ലാൻഡർ മോഡ്യൂളിലെ പേലോഡാണ് ചസ്തേ. ചസ്തയുടെ പൂർണ്ണരൂപം ചന്ദ്രാസ് സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ്. ചന്ദ്രാസ് സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് പഠിച്ച ചന്ദ്രയാൻ 3യിലെ പേലോഡാണ് ഏത്? ചസ്തേ. ഇതൊരു ലാൻഡർ മോഡ്യൂളിന്റെ പേലോഡാണ്. ഇത് മറ്റൊരു ഡിസ്കവറി കൂടി, ഒരു കണ്ടെത്തൽ, അതായത് ഈ ടെമ്പറേച്ചർ വേരിയേഷനുമായി ബന്ധപ്പെട്ട് ഇതിനൊരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. ദ ടെമ്പറേച്ചർ ഡിക്രീസസ് ആസ് യു ഗോ ഡൗൺ ഫ്രം ദി സർഫസ്. സർഫസിൽ നിന്നും താഴേക്ക് പോകുമ്പോൾ, ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും, ചന്ദ്രോപരിതലത്തിൽ നിന്നും താഴേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു, താപനില കുറയുന്നു. എന്താണ്? ചന്ദ്രോപരിതലത്തിൽ നിന്നും താഴേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? താപം കുറയുന്നു, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. ഇത് പഠിച്ച പേലോഡ് ഏതാണ്? ചസ്തേ പേലോഡാണ്. ഏത് മൊഡ്യൂളിന്റെ? ലാൻഡർ മൊഡ്യൂളിന്റെ പേലോഡാണ് ചസ്തേ. അടുത്തത് റോവർ. റോവർ മൊഡ്യൂളാണ് അടുത്ത പഠിക്കാനുള്ളത്. ചന്ദ്രയാൻ 3യുടെ റോവർ ഏതായിരുന്നു? പ്രഗ്യാൻ. ഏതാണ്? പ്രഗ്യാൻ ആണ് ചന്ദ്രയാൻ 3യുടെയും റോവർ. നമ്മൾ 2ലും പഠിച്ചു റോവർ പ്രഗ്യാനും ലാൻഡർ വിക്രമും. ഇവിടെയും പ്രഗ്യാൻ തന്നെയാണ് റോവർ ആയിട്ട് വന്നിരിക്കുന്നത്. The rover's exploration period is 14 Earth days. അപ്പോൾ വിക്രം ലാൻഡറിനെ പോലെ തന്നെ നമ്മുടെ റോവറിന്റെ പര്യവേക്ഷണ സമയവും എത്ര തന്നെയാണ്? 14 എർത്ത് പീരീഡ്സ്, 14 ഭൗമ ദിനങ്ങൾ. നിങ്ങൾ ഭൗമ ദിനങ്ങൾ എന്ന് തന്നെ പഠിക്കുക. ചിലപ്പോൾ ചന്ദ്രദിനങ്ങൾ എന്നൊക്കെ നമുക്ക് ഓപ്ഷനിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് 14 ഭൗമ ദിനങ്ങളായിരുന്നു റോവറിന്റെയും എക്സ്പ്ലോറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. The presence of sulfur was first detected in the south pole of the moon during the test carried out by the Chandrayaan 3 rover's payload LIBS. ഏതാണ്? ലിബ്സ് ആണ് നമ്മുടെ റോവർ മൊഡ്യൂളിന്റെ പേലോഡ്. എന്താണ്? ലിബ്സ്. ലിബ്സ് ആണ് നമ്മുടെ റോവർ മൊഡ്യൂളിന്റെ പേലോഡ് ആയിട്ട് വരുന്നത്. ഇത് എന്താണ് കണ്ടെത്തിയത്? The presence of sulfur in the moon surface. ചന്ദ്രനിലെ സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയ പേലോഡാണ് ഏത്? ലിബ്സ്. ലിബ്സ് എന്ന് വെച്ചാൽ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നതാണ് നമ്മുടെ പേലോഡായ ലിബ്സിന്റെ പൂർണ്ണരൂപം. ഇത് എന്ത് കണ്ടെത്തി? സൾഫറിന്റെ പ്രസൻസ് കണ്ടെത്തി. ഇപ്പൊ ഒരു പക്ഷേ നമുക്ക് ചോദ്യം വരാം, ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ കണ്ടെത്തിയ മൂലകങ്ങൾ ഏതൊക്കെ? അത് സൾഫറും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. നിങ്ങൾ കൃത്യമായി ഓർക്കുക, സൾഫറും ഓക്സിജനും ഉത്തരമായി വരുന്നുണ്ട്. സൾഫർ കണ്ടെത്തി നമ്മുടെ ലിബ്സ് പേലോഡ്. അതിൽ എടുത്തു പറയാനുള്ള നേട്ടമാണ് ലിബ്സ് പേലോഡാണ് സൾഫറിന്റെ സാന്നിധ്യം ചന്ദ്രോപരിതലത്തിൽ കണ്ടെത്തിയത്. അടുത്തതായി നമുക്ക് പഠിക്കാം ചന്ദ്രയാൻ 3 ദോസ് ഹൂ ലീഡ്. ആരൊക്കെയാണ് ചന്ദ്രയാൻ 3യിലേക്ക് നയിച്ചത്? ആരൊക്കെയാണ്? ആദ്യം തന്നെ നമുക്ക് പഠിക്കാം. ISRO ചെയർമാൻ ആരായിരുന്നു? എസ് സോമനാഥ് ആയിരുന്നു ISRO ചെയർമാൻ. VSSC ഡയറക്ടർ ആയിരുന്നത് എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. ആരാണ്? എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് VSSC ഡയറക്ടറായി പ്രവർത്തിച്ചത്. പ്രോജക്ട് ഡയറക്ടർ, ഈ പ്രോജക്റ്റ് ഒരു വിജയമായിരുന്നു, ഒരു വലിയ വിജയമായിരുന്നു. ഒത്തിരി കണ്ടെത്തലുകളുണ്ട്, ഒരു ചരിത്ര നേട്ടമുണ്ട്.
എന്താണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യ രാജ്യം എന്ന ഖ്യാതി നമ്മുടെ രാജ്യത്തിന് നേടിത്തന്ന ഈ ഒരു ചരിത്ര മിഷന്റെ പ്രോജക്ട് ഡയറക്ടർ എന്നറിയപ്പെടുന്നത് വീരമുത്തുവേലാണ്. അപ്പൊ നമുക്ക് കുറച്ച് വീരമുണ്ടാകുന്നു. ഈ പ്രോജക്റ്റിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു വീരമുണ്ടാകുന്നു. അപ്പൊ ഈ വീരമുത്തുവേലാണ് പ്രോജക്ട് ഡയറക്ടർ. ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു കൽപ്പന കെ. അപ്പൊ ഇതിലുള്ള ഒരു സ്ത്രീ സാന്നിധ്യം. ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? കൽപ്പന കെ ആയിരുന്നു ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ഓഫ് ചന്ദ്രയാൻ 3 മിഷൻ. അങ്ങനെയെങ്കിൽ മിഷൻ ഡയറക്ടർ, ഈ ദൗത്യത്തിന്റെ ഡയറക്ടർ, മിഷൻ ഡയറക്ടർ ആരായിരുന്നു? എസ് മോഹനകുമാർ. നമുക്ക് അതിഗംഭീരമായ വിജയം നേടിത്തന്ന നമ്മുടെ ചന്ദ്രയാൻ മിഷന്റെ മിഷൻ ഡയറക്ടർ, ഒരു മോഹം, നമ്മുടെ ഇന്ത്യക്കാരുടെ, നമ്മുടെ എല്ലാവരുടെയും ഒരു മോഹം പൂർത്തീകരിച്ച മിഷന്റെ ഡയറക്ടർ ആരാണ്? എസ് മോഹനകുമാർ. ഒരു മോഹമല്ലേ ചന്ദ്രന്റെ സൗത്ത് പോളിൽ ഇറങ്ങണം എന്ന മോഹം. ചന്ദ്രയാൻ 2 ആ മോഹവുമായി നമ്മൾ പോയി നടന്നില്ല. അപ്പൊ അത് വിജയിച്ച മോഹം, ആ ഒരു വിജയം നേടിത്തന്നത് ചന്ദ്രയാൻ 3 മിഷനിലാണ്. അപ്പൊ നമ്മുടെ മോഹം സാധ്യമാക്കിയ ആ മിഷന്റെ ഡയറക്ടർ ആരാണ്? എസ് മോഹനകുമാർ. ആരാണ്? എസ് മോഹനകുമാർ. അതിന്റെ റോക്കറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച വ്യക്തിയാണ് ബിജു സി തോമസ്. ആരാണ്? ബിജു സി തോമസ് ആണ് റോക്കറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച വ്യക്തി. റോക്കറ്റ് ഡയറക്ടർ ബിജു സി തോമസ്. അക്കോർഡിംഗ് ടു ന്യൂ ഫിഗേഴ്സ് ഇൻ 2023, the most searched word on Google by Indians is ചന്ദ്രയാൻ 3. അതായത് 2023 റെക്കോർഡുകൾ പ്രകാരം ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത വാക്കാണ് ഏത്? ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത വാക്കാണ് ചന്ദ്രയാൻ 3. In the memory of soft landing of Chandrayaan 3, August 23 is decided to celebrate as National Space Day. ദേശീയ ബഹിരാകാശ ദിനമായി നമ്മൾ ആചരിക്കാൻ തീരുമാനിച്ചു. ഏത് ദിവസം? ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23. എന്തുകൊണ്ടാണ്? നമ്മൾ ചന്ദ്രന്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ദിവസമാണ് ഓഗസ്റ്റ് 23. ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ആസ് നാഷണൽ സ്പേസ് ഡേ. അപ്പൊ നമ്മൾ ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്നത്. അപ്പൊ 2023 ഓഗസ്റ്റ് 23 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. അതായത് നമ്മൾ 2024 ഓഗസ്റ്റ് 23 ഒരു സ്പേസ് ഡേ ആചരിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ തീം പഠിക്കണം, നമുക്ക് അതിന്റെ തീം വേണം. 2024 തീം എന്ന് പറയുന്നത് ടച്ചിങ് ലീവ്സ് വൈൽ ടച്ചിങ് മൂൺ ഇന്ത്യ സ്പേസ് സാഗ. എന്തായിരുന്നു? ടച്ചിങ് ലീവ്സ് വൈൽ ടച്ചിങ് മൂൺ ഇന്ത്യ സ്പേസ് സാഗ എന്നതായിരുന്നു 2024 നാഷണൽ സ്പേസ് ഡേയുടെ തീം. ടച്ചിങ് ലീവ്സ് വൈൽ ടച്ചിങ് മൂൺ ഇന്ത്യ സ്പേസ് സാഗ. ടച്ചിങ് ലീവ്സ് വൈൽ ടച്ചിങ് മൂൺ ഇന്ത്യ സ്പേസ് സാഗ. ISRO's first documentary which released the first image of Chandrayaan 3 is Space on Wheels. അപ്പോ ചന്ദ്രയാൻ 3യുടെ ഫസ്റ്റ് ഇമേജ് പുറത്തുവിട്ട ISROയുടെ ഡോക്യുമെന്ററി ഏതാണ്? സ്പേസ് ഓൺ വീൽസ് എന്ന ഡോക്യുമെന്ററിയിലാണ് ചന്ദ്രയാൻ 3യുടെ ഫസ്റ്റ് ഇമേജ് ISRO പുറത്തുവിട്ടത്. ദ ഡോക്യുമെന്ററി ഇൻ വിച്ച് the first image of Chandrayaan 3 was released by ISRO is Space on Wheels. ഏതാണ്? സ്പേസ് ഓൺ വീൽസ്. ഇനി നമുക്ക് ചന്ദ്രയാൻ 3 മിഷന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എനേബിൾ സേഫ് സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ ദ ലൂണാർ സർഫസ്. എന്ത് ചെയ്യണം? നമുക്ക് ലൂണാർ സർഫസിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തണം. നമ്മൾ ചെയ്തു. മൂവ് ദ റോവർ ഓൺ ദ മൂൺ. നമുക്ക് മൂണിൽ റോവർ എന്ത് ചെയ്യണം? മൂവ് ചെയ്യിച്ചു. മൂവ് ദ റോവർ ഓൺ ദ മൂൺ. കണ്ടക്ട് വേരിയസ് സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് അറ്റ് ദ ലാൻഡിംഗ് സൈറ്റിൽ എന്ത് ചെയ്യണം? വേരിയസ് സയന്റിഫിക് ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടത്തി. നമ്മൾ സൾഫറിന്റെ സാന്നിധ്യമൊക്കെ കണ്ടെത്തി. കണ്ടക്ട് വേരിയസ് സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് അറ്റ് ദ ലാൻഡിംഗ് സൈറ്റിൽ എക്സ്പെരിമെന്റ്സ് നടത്തണം. ഇത് ഇത്രയുമായിരുന്നു നമ്മുടെ ചന്ദ്രയാൻ 3 മിഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും ആയപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 1 പഠിച്ചു, ചന്ദ്രയാൻ 2 പഠിച്ചു, ചന്ദ്രയാൻ 3 പഠിച്ചു. അപ്പൊ ചന്ദ്രയാൻ 1, 2, 3 നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. കൂടാതെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് കൂടി നമുക്കറിയണം.
അപ്പോൾ നമുക്കത് അടുത്ത ഒരു ക്ലാസ്സിലൂടെ നമുക്കത് പരിചയപ്പെടാം. ഇപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കണ്ടന്റ് കയറി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വേണ്ട, അടുത്ത ഒരു സെക്ഷനായിട്ട് നമുക്ക് ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്ത് എന്തൊക്കെയായിരുന്നു ആ ക്വസ്റ്റ്യൻസ്, നമ്മൾ കണ്ട ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ കാണാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. നിങ്ങൾ ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഗ്മെന്റ് മിസ് ചെയ്യരുത്. അത് മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. നോട്ട് മാത്രം പോരാ, നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലൂടെ കാണാം. താങ്ക്